ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമ്മൾ പുറത്ത് പോവാണ് കേട്ടോ. ഒന്ന് ഔട്ടിങ്ങിന് പോവാണ്. നമ്മൾ നേരത്തെ തീരുമാനിച്ചതല്ല, നമ്മൾ പെട്ടെന്ന് ഇങ്ങനെ തീരുമാനിച്ച് പെട്ടെന്ന് പോവാണ്. അപ്പോൾ വേറൊരിടം അല്ല, സൂയിലാണ് പോകുന്നത് കേട്ടോ. ട്രിവാൻഡ്രം സൂയിലാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ നമുക്ക് പോയാലോ? ആദ്യം നമ്മൾ വീട്ടിൽ പോയി അവിടെ നിന്ന് വാവേനെയും മിന്നുനെയും മാളുവിനെയും ഒക്കെ വിളിച്ചിട്ടാണ് നമ്മൾ യാത്ര തുടങ്ങുന്നത് കേട്ടോ. ആദ്യം നമ്മൾ വന്നത് നമ്മളെ വെട്ടുകാട് പള്ളിയിലാണ് കേട്ടോ. അവിടെ വന്നിട്ടാണ് നമ്മൾ ആദ്യം നമ്മുടെ യാത്ര തുടങ്ങുന്നത്. അങ്ങനെ നമ്മൾ ചേച്ചിയുടെ കാലിലെ പ്ലാസ്റ്ററൊക്കെ എടുത്താൽ കേട്ടോ. ചെറിയ വിരലിൽ ചെറിയൊരു ഒടിവുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് ദിവസമായിട്ട് ആൾ വീടിനകത്തായിരുന്നു കേട്ടോ. ഇപ്പോഴാണ് പുറത്തിറങ്ങിയത്. അങ്ങനെ നമ്മൾ വെട്ടാട് പള്ളിയിൽ നിന്നാണ് ആദ്യമേ തുടക്കം കുറിച്ചത്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ആദ്യം ഫുഡ് കഴിച്ചിട്ട് പള്ളിയിൽ കയറാമെന്ന് വിചാരിച്ചു. കാരണം നല്ല വിശപ്പുണ്ടായിരുന്നു കേട്ടോ, പിള്ളേർക്കായാലും എല്ലാവർക്കായാലും. അങ്ങനെ നമ്മൾ പള്ളിയുടെ അടുത്തുള്ള ഒരു ഹോട്ടലിൽ നിന്നാണ് നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് വന്നത്. പള്ളിയുടെ തന്നെ ഒരു ഹോട്ടലാണെന്ന് തോന്നുന്നത് കണ്ടിട്ട്. അങ്ങനെ നമ്മൾ ഒരു ഹോട്ടലിൽ കയറി നമ്മുടെ ഇരിപ്പിടത്തൊക്കെ ഇരുന്ന് നമ്മൾ ബിരിയാണിയാണ് കേട്ടോ ഓർഡർ ചെയ്തത്. കുട്ടികൾക്ക്, അതായത് പൊന്നൂനും മിന്നൂനും നമ്മൾ ഇടിയപ്പവും കൂടി ഓർഡർ ചെയ്തു കേട്ടോ. കാരണം അവർ അതാണ് കഴിക്കുന്നെങ്കിൽ അത് കഴിക്കട്ടെ എന്ന് വിചാരിച്ചു. പക്ഷേ ഒരു ബിരിയാണി കഴിച്ചു കേട്ടോ. പിന്നീട് ഇടിയപ്പം ഞാനാണ് കഴിച്ചത്. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ട് അവിടെ അങ്ങനെ ഇരിപ്പുണ്ട്. കൊച്ചിന് വിശന്നിട്ടോ? ചേച്ചി കഴിച്ചിട്ടാണ് അവിടെ കഴിച്ചത്. അങ്ങനെ നമ്മൾ ഇച്ചിരി വെയിറ്റ് ചെയ്തായാലും നമ്മുടെ ബിരിയാണി നമ്മുടെ അടുത്ത് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് ബിരിയാണി അല്ല കേട്ടോ, ഇത് നെയ്ച്ചോറും ബീഫ് കറിയുമാണ്. ഇത് അനുചേട്ടനാണ് കേട്ടോ ഓർഡർ ചെയ്തത്. നമുക്ക് ഓർഡർ ചെയ്തത് ബിരിയാണി ആയിരുന്നു. സോ നമ്മൾ അതൊക്കെ കഴിക്കുന്നുണ്ട്. പിന്നെ ഇച്ചിരി ടൈം എടുത്താണ് കേട്ടോ നമ്മളവിടെ നിന്ന് ഇറങ്ങിയത്. കാരണം പിള്ളേർക്ക് എല്ലാവർക്കും കഴിക്കാൻ കൊടുക്കാൻ ഇച്ചിരി നല്ല ടൈം എടുത്തു. ഓക്കെ, അങ്ങനെ നമ്മൾ കുറേ നേരം അവിടെ ഇരുന്നു. അങ്ങനെ അവരൊക്കെ കഴിക്കാനായിട്ട് കൊടുത്തിട്ടാണ് നമ്മളവിടെ നിന്ന് ഇറങ്ങിയത് കേട്ടോ. ഇച്ചിരി ടൈം എടുത്തായിരുന്നു കേട്ടോ നമ്മളവിടെ ഫുഡ് കഴിക്കാനായിട്ട്. കാരണം കുഞ്ഞുങ്ങൾക്ക് എല്ലാവർക്കും കൊടുക്കണമല്ലോ, അല്ലെങ്കിൽ അവർ ഈ യാത്ര കുളമാക്കും. അതുകൊണ്ട് അവരെ വയറ് നിറയിപ്പിച്ചിട്ടാണ് കേട്ടോ നമ്മൾ യാത്ര തുടങ്ങുന്നത്.
പള്ളിയിൽ നിന്ന് നമ്മൾ ഇറങ്ങിയിട്ട് നേരെ നമ്മൾ കടലിലോട്ടാണ് കേട്ടോ പോയത്. പക്ഷെ അവിടെ ഇറക്കുന്നില്ലായിരുന്നു കേട്ടോ ആൾക്കാരെ. ഭയങ്കര കടലിൽ നല്ല വെള്ളമൊക്കെ കയറി കിടക്കുമായിരുന്നു. സോ നമ്മൾ അവിടെ ഇറങ്ങിയില്ല, ജസ്റ്റ് ഒന്ന് കടൽ കണ്ട് പിന്നെ നമ്മളൊരു ഐസ്ക്രീമൊക്കെ പിള്ളേർക്ക് മേടിച്ച് കൊടുത്തിട്ട് നമ്മൾ അവിടെ നിന്ന് തിരിച്ചു കേട്ടോ. അങ്ങനെ ഇതേ നമ്മൾ കടലൊക്കെ കാണാൻ പോവുകയാണ്. എന്റെ കൊച്ച അവള് മാത്രമേ മേക്കപ്പ് ഇട്ടുള്ളൂ. അല്ല അല്ല അപ്പുറത്ത് വെട്ടുകാട് പള്ളിയിൽ നിന്ന് നമ്മൾ നേരെ ഇതേ സൂയിലേക്ക് വന്നു കേട്ടോ. മ്യൂസിയത്ത് വന്നു. അങ്ങനെ ഇതേ മ്യൂസിയത്തുള്ള നമ്മുടെ ഡൈനോസറിൻ്റെ ഒരു രൂപമൊക്കെ കണ്ട് നമ്മൾ അവിടെ നിന്ന് കുറച്ച് നേരം നിന്നിട്ട് നമ്മൾ അകത്തേക്ക് കയറി. ഈ പിള്ളേരെ കൊണ്ടുവരുന്നത് ഒരു വലിയ ടാസ്ക്കാണ് കേട്ടോ. പ്രത്യേകിച്ച് 3 പേരായി. അതുമല്ല നമ്മൾ സഹോദരങ്ങളായാലും ചിലപ്പറകളായതുകൊണ്ട് തന്നെ ആ ഏരിയ നമ്മളങ്ങ് കിടുക്കി കേട്ടോ. അങ്ങനെ മ്യൂസിയത്തകത്ത് കയറാനുള്ള പാസ്സൊക്കെ എടുത്തിട്ട് നമ്മളകത്ത് കയറി കേട്ടോ. അത് ഇപ്പം എൻട്രൻസിൻ്റെ പാസ് നമുക്കിപ്പം 40 രൂപയാണ് കേട്ടോ ഒരാൾക്കാകുന്നത്. അങ്ങനെ നമ്മൾ എല്ലാവരും പാസ്സൊക്കെ എടുത്തിട്ട് ഇതിനകത്തോട്ട് കയറി. മെയിനായിട്ട് പൊന്നൂനെ കരുതിയാണ് കേട്ടോ ഞാനിങ്ങനെ വന്നത്. കാരണം അവൾ ഓരോന്ന് കണ്ട് പഠിക്കട്ടെ എന്നുള്ള വിചാരിച്ച് ഓരോ മൃഗങ്ങളും പറയുമ്പോൾ അവൾ കണ്ടിട്ടില്ലല്ലോ. സോ അത് കണ്ട് പഠിക്കട്ടെ എന്ന് വിചാരിച്ചാണ് ഞാൻ ഇപ്പോൾ തന്നെ അവളെ കൊണ്ട് മ്യൂസിയത്ത് വന്നത്. പിന്നെ ഇത്രയും ചെറുതിലെ ഓർമ്മയൊന്നും കാണത്തില്ല, എന്നാലും അവളൊരു സന്തോഷം, എൻ്റെ സന്തോഷം. അങ്ങനെ നമ്മളുടെ കുരങ്ങൻ, സിംഹവാല കുരങ്ങനായിരുന്നു കേട്ടോ ഫസ്റ്റിലേന്ന് കൂട്ടിനകത്തുള്ളത്. അങ്ങനെ അതിനെയാണ് നമ്മൾ ഫസ്റ്റിലെ കണ്ടത്. പിന്നെ ഇതേ കാട്ടുപോത്തും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. ബാക്കിയുള്ള കാഴ്ചകൾ നിങ്ങൾക്ക് കാണാൻ കേട്ടോ. മക്കൾ അതാ വേണ്ടി കണ്ടു. എന്തൊരു കുരങ്ങ് കുരങ്ങ പല്ല് വെക്കണ അതൊക്കെ വിട്ടാണ് അങ്ങോട്ട്. കോഴി
ഇതിനകത്ത് നീർനായയാണ് കേട്ടോ. ഇത് നിങ്ങൾ കാണുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ചെറുതായിട്ട് എന്തോ കാണുന്നുള്ളൂ എന്ന് തോന്നുന്നു. അതിൻ്റെ തല മാത്രമേ വരുന്നുള്ളൂ. അത് കരയിലൊന്നും കയറുന്നില്ലായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് എനിക്ക് ഇത് മാത്രമേ കിട്ടിയുള്ളൂ. കണ്ടോ, നീർനായയാണ് ഒരു ഒഴുകി വരുന്നത്. അങ്ങനെ അത് അതിനകത്ത് 2 എണ്ണം എന്തോന്നോ ഉണ്ടായിരുന്നത് കേട്ടോ. അതിനകത്ത് കളിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ കണ്ടത് ഈ കരടിയാണ് കേട്ടോ. ഇത് നമ്മൾ ചെന്ന നേരം മുതൽ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുവാണ്. എനിക്ക് തോന്നുന്നു ഫുഡ് എന്തൊക്കെ കഴിച്ചിട്ട് മിക്കവാറും എക്സസൈസിന് വേണ്ടിയിട്ട് നടക്കുന്നതായിരിക്കാം. അങ്ങനെ നമ്മൾ പിന്നീട് സിംഹത്തിൻ്റെ കൂട്ടിലേക്കാണ് കേട്ടോ പോയത്. സിംഹത്തിന് അവിടെ കിടക്കുന്നുണ്ട് ആ ബെഞ്ചിൽ. അത് വലിയ ശല്യമില്ലാതെ അവിടെ കിടക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ചേച്ചിക്ക് കാല് വയ്യാഞ്ഞിട്ടും ചേച്ചിക്ക് നടന്നു വരുന്നുണ്ട്. പാവം, അവളും കാണട്ടെ. പിന്നെ നമ്മൾ കണ്ടത് ഈ ഹിപ്പോപ്പൊട്ടാമസാണ് കേട്ടോ. അതും 6 5 എന്തോ ഉണ്ടായിരുന്നു അതിനകത്ത്. നമ്മൾ പോയപ്പോൾ ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുവാണ് അതൊക്കെ. പിന്നെ ഇത് കാണ്ടാമൃഗമാണ് കേട്ടോ. നമ്മളിത് പണ്ട് മുതലേ വരുമ്പോഴേ ഈ ഒരു കാണ്ടാമൃഗം ഇതിനകത്തുണ്ട് കേട്ടോ. ഇതിന് ഒരു മാറ്റമില്ല. ഇതിനകത്ത് തന്നെ എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും അത് ചുമ്മാ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും. നമ്മൾ പണ്ട് മുതലേ വരുമ്പോഴേ അതുണ്ട്. പിന്നെ ഇത് കൃഷ്ണമൃഗം എന്നാണ് അത് എഴുതി വെച്ചത് കേട്ടോ. ഇത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് കേട്ടോ. ഇപ്പോഴാണ് ഞാൻ കാണുന്നത്. നല്ല ഭംഗിയാണ് കേട്ടോ. അത് കൂട്ടത്തോടെ ഓടി വരുന്നു, ഓടി അങ്ങോട്ട് പോകുന്നു, അങ്ങനെയൊക്കെ ആയിരുന്നു. അതും കൊള്ളായിരുന്നു. പിന്നെ നമ്മൾ കടുവകളെയും പുലികളെയും ആണ് കേട്ടോ കാണാൻ പോകുന്നത്. ആദ്യം തന്നെ നമ്മൾ പുലിയെയാണ് കാണുന്നത് കേട്ടോ. പുലി. ഈ പുലിയും നമ്മൾ പണ്ട് മുതലേ വരുമ്പോഴേ ഈ ഒരു നടത്തം അതിന് എപ്പോഴും ഉണ്ട് കേട്ടോ. ഈ വലം വെച്ച് ഇങ്ങനെ അങ്ങ് നടക്കും. അത് പണ്ടും അങ്ങനെയായിരുന്നു, ഇപ്പോഴും അങ്ങനെയായിരുന്നു. ചേച്ചിക്ക് ചെരുപ്പില്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ ചെരുപ്പാണ് അവർക്ക് കൊടുത്തത്. സോ ഞാൻ പിന്നീട് ചെരുപ്പില്ലാതെ നടന്നു. ഇത് കഴുതപ്പുലിയാണ് കേട്ടോ. ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. സൂം ചെയ്യാനായിട്ട് എന്നെ കൊണ്ട് പറ്റിയില്ല കേട്ടോ. അപ്പോഴെൻ്റെ കയ്യിൽ എന്തൊക്കെയോ സാധനങ്ങളുണ്ടായിരുന്നു. സോ ഞാൻ പറഞ്ഞു തരാം. പിന്നെ ഇത് വെള്ളക്കടുവയാണ് കേട്ടോ. വെള്ളക്കടുവ ഇത് മര്യാദയ്ക്ക് ആ കൂട്ടിനകത്ത് കിടക്കുന്നുണ്ട്. വേറെ ഒരു കടുവ ഉണ്ടായിരുന്നു കേട്ടോ. അത് ഭയങ്കരമായിരുന്നു കേട്ടോ. വാവയെ കണ്ടപ്പോൾ പെട്ടെന്ന് എടുത്ത് ചാടി അലറിക്കൊണ്ട് ചാടുകയൊക്കെ ചെയ്തു. അപ്പോൾ നമ്മൾ പേടിച്ചു. ഇത് മിണ്ടാതെ ഒരിടത്ത് മിണ്ടാതെ കിടന്നു. പിന്നെ ഇത് നീലക്കാള. ഇത് നിങ്ങൾ അങ്ങ് ദൂരെയായിരുന്നു കേട്ടോ നിൽക്കുന്നത്. അപ്പോൾ എനിക്ക് സൂം ചെയ്ത് ഈ കൂട്ടിനകത്തൂടെ കാണിക്കാൻ എനിക്കൊന്നും പറ്റുന്നില്ല. സോ ഇങ്ങനെ സൂക്ഷിച്ച് നോക്കിയാൽ അവിടെ കാണാം നിങ്ങൾക്ക് നീലക്കാളയും. പിന്നെ നമ്മൾ കുറേ തത്തകളെയും പിന്നെ ഇതേപോലെ മുള്ളം പന്നിയെയും ഒക്കെ കണ്ടു. പിന്നെ നമ്മൾ ഈ ഒട്ടകപ്പക്ഷിയെ കണ്ടു. പിന്നെ നമ്മൾ ലാസ്റ്റ് പാമ്പുകളുടെ ഒരു മ്യൂസിയത്തൊക്കെ പോയി കേട്ടോ. അതെടുക്കാൻ പറ്റില്ല. അവിടെ ഈ ഫോൺ യൂസ് ചെയ്തുകൂടാന്ന് ബോൾ വെച്ചു കേട്ടോ. അതുകൊണ്ട് ഞാൻ അവിടെയുള്ള വീഡിയോസ് എടുത്തില്ല. നമ്മൾ തിരിച്ച് വരുമ്പോൾ നമ്മൾ ഒരു ചായയൊക്കെ കുടിച്ചിട്ടാണ് കേട്ടോ നമ്മുടെ ഈ ഒരു യാത്ര അവസാനിപ്പിച്ചത്. ഒരു ചായയും ഉഴുന്നുവടയൊക്കെ മേടിച്ചിട്ട് കുടിച്ച് ഇട്ടാണ് നമ്മൾ വീട്ടിലേക്ക് തിരികെ വന്നത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. എൻ്റെ വീഡിയോസ് ഇഷ്ടമായാൽ നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക, ഓൾ എന്ന ബട്ടൺ അമർത്തുക, ബെൽ. ഓക്കെ, അങ്ങനെ ചായയൊക്കെ കുടിച്ചിട്ട് നമ്മൾ അതേ വീട്ടിലേക്ക് മടങ്ങുകയാണ്. അപ്പോൾ അടുത്ത വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ടാറ്റ, ബൈ, സീ യു.